ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 238. പൗലോസ് ഫിലമോനെ സംബോധന ചെയ്യുന്നത് പ്രിയൻ കൂട്ടുവേലക്കാരനുമാണെന്നാണ്. ഫിലമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹമുള്ളവൻ എന്നാണ്. പൗലോസ് മുഖാന്തരമാണ് ഈ ഫിലമോൻ രക്ഷയിലേക്ക് വന്നത്. പിൽക്കാലത്ത് അവൻ കൊലോസ്യയിലെ ബിഷപ്പായെന്നും രക്തസാക്ഷിയായി മരിച്ചെന്നും പാരമ്പര്യം പറയുന്നു. സഹോദരിയായ അപ്പിയ എന്ന് പറയുന്നത് ഫിലമോൻ്റെ ഭാര്യയാണെന്നും വിശ്വസിച്ചു പോരുന്നു. ഇങ്ങനെ അവരെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ശ്രദ്ധേയമായ പരാമർശം ക്രിസ്ത്യാനിത്വം വനിതകളെ എങ്ങനെ മാനിക്കുന്നു എന്നതിൻ്റെ മാതൃക കൂടിയാണ് ഈ ലേഖനത്തിൽ നാം കാണുന്നത്. പുരാതന യവന ലോകത്തിൽ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നും ഇന്നും സ്ത്രീകളെയും അടിമകളെയും താണ നിലയിലാണ് കണക്കാക്കി വരുന്നത്. എന്നാൽ ഈ രണ്ട് കൂട്ടരെയും ഈ ഫിലമോൻ എന്ന ലേഖനത്തിൽ പൗലോസ് ബഹുമാനം കൊടുത്ത് ഉയർത്തുവാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമുഖവും പ്രസ്താവനയുമാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. തുടർന്ന് ഫിലമോൻ്റെ സ്വഭാവ വിശേഷങ്ങളാണ്. ഫിലമോനെക്കുറിച്ച് പൗലോസിന് സന്തോഷിക്കുവാൻ വിഷയമായ 2 കാര്യങ്ങളാണ് അവൻ്റെ വിശ്വാസവും സ്നേഹവും. വിശ്വാസത്തിൻ്റെ വിഷയം കർത്താവായ യേശുവും സ്നേഹത്തിൻ്റെ വിഷയം സകല വിശുദ്ധന്മാരുമാണ്. ഓനസിമോസിനെ സ്നേഹിക്കുന്നതിലൂടെ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുവാൻ പൗലോസ് ഫിലമോന് ഒരു അവസരം നൽകുകയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് ആനുപാതികമായിരിക്കും സകല വിശുദ്ധന്മാരുമോടുള്ള ഈ സ്നേഹം. ഓനസിമോസിനെ വിശ്വാസത്തിൽ ഒരു സഹോദരനായും ക്രിസ്തീയ സ്നേഹത്തിൽ ഒരു പങ്കാളിയായും സ്വീകരിക്കണമെന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഫിലോമോൻ ക്രിസ്തുവിനോടും സകല വിശുദ്ധന്മാരോടും കാണിച്ച സ്നേഹം ഇപ്പോൾ ഈ ഓനസിമോസിനോടും കാണിക്കണമെന്നാണ് പൗലോസ് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധന്മാരുടെ ഹൃദയം ഫിലമോൻ തണുപ്പിച്ചതിനാൽ പൗലോസ് വളരെയധികം സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ചും അവരെ സൽക്കരിച്ചും കൊണ്ടാണ് ഫിലമോൻ അവരുടെ ഹൃദയങ്ങളെ തണുപ്പിച്ചത്. ഈ സൽപ്രവൃത്തികൾ കൊലോസ്യയിൽ നിന്നും വിദൂരത്തുള്ള റോമൻ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിച്ച് ഇത് പൗലോസിൻ്റെ ഹൃദയം കുളിർപ്പിക്കുന്നു. മറ്റൊന്ന് ഓനോമസിന് വേണ്ടിയുള്ള പൗലോസിൻ്റെ മധ്യസ്ഥതയാണ്. പൗലോസിൻ്റെ സുവിശേഷ വേലയാൽ രക്ഷിക്കപ്പെട്ട ഫിലമോനോട് ഓനസിമോസിന് വേണ്ടി യുക്തമായ ചില കാര്യങ്ങൾ കൽപ്പിക്കുവാൻ പൗലോസിന് അധികാരമുണ്ടെങ്കിലും താൻ അതിന് മുതിരുന്നില്ലെന്ന് അവിടെ എഴുതി പറയുന്നു. എങ്കിലും വയസ്സനായിരിക്കുന്ന പൗലോസ് അപ്പോൾ തടവിൽ ബന്ധനായിരിക്കുന്നുവെന്നും ആകയാൽ സ്നേഹം നിമിത്തം അപേക്ഷിക്കുകയാണെന്നും ഫിലമോനെ ഓർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം പൗലോസിന് ഏകദേശം 60 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. എങ്കിലും 30 വർഷത്തെ നിരന്തരമായ കഠിനാധ്വാനം മൂലം പൗലോസ് ഒരു വയസ്സിനെ പോലെ ആയിത്തീർന്നു. താനൊരു വയസ്സിനാണെന്നും ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനാണെന്നും പറയുന്നതിൽ നിന്നും ഒരു തീരുമാനമെടുക്കുന്നതിൽ ഫിലമോൻ്റെ ഹൃദയം സ്വാധീനിക്കപ്പെടുമെന്ന് പൗലോസ് വിചാരിക്കുവാനും സാധ്യതയുണ്ട്. അടിമ വ്യാപാരം നിലവിലിരുന്ന അക്കാലത്ത് ചില സമ്പന്നന്മാരായ യജമാനന്മാർക്ക് ആയിരക്കണക്കിന് അടിമകളുണ്ടായിരുന്നു. ആടുമാടുകളെ ചന്തയിൽ വിൽക്കുവാൻ കൊണ്ടുപോകുന്നത് പോലെ അടിമകളെയും ചന്തകളിൽ വിൽപ്പനയ്ക്ക് നിർത്താറുണ്ട്. ഒരടിമയെ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെയും പൗരനായി കണക്കാക്കാറില്ല. ഒളിച്ചോടിപ്പോകുന്ന ഒരു അടിമയെ തിരിച്ചു കിട്ടിയാൽ അവൻ്റെ നെറ്റിയിൽ ഒരു ചൂടടയാളം പതിക്കും. പിന്നീട് അവനെ കൊണ്ട് ഇരട്ടി വേലയും ചെയ്യിക്കും. ഇങ്ങനെയുള്ള ചട്ടങ്ങൾ നിലവിലിരുന്ന ഈ കാലത്താണ് ഫിലമോൻ്റെ അടുത്തു നിന്നും ഒളിച്ചോടിപ്പോയ ഈ ഓനസിമോസ് എന്ന അടിമയെ യജമാൻ്റെ അടുക്കിലേക്ക് തന്നെ മടക്കി അയക്കുവാൻ പൗലോസ് തീരുമാനിച്ചത്. പക്ഷേ ആ അടിമയ്ക്ക് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന സകല ആനുകൂല്യങ്ങളും ലഭിക്കണമെന്ന് പൗലോസ് ശഠിക്കുന്നു. കാരണം പൗലോസ് മുഖാന്തരം വീണ്ടും ജനിച്ച അവൻ്റെ പുത്രനാണ് ഈ ഓനസിമോസ്. അതുകൊണ്ടാണ് അവനെ തന്നെപ്പോലെ തന്നെ കരുതിക്കൊള്ളണമെന്ന് പൗലോസ് ഫിലമോനോട് ആവശ്യപ്പെടുന്നത്. നോക്കൂ, ഒനസിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രയോജനമുള്ളവൻ എന്നാണ്. പക്ഷേ ഫിലമോനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രയോജനമില്ലാത്തവനായി തീർന്നുപോയി എന്നുള്ളതുമാണ്. ഒനസിമോസ് ഒളിച്ചോടിപ്പോയി എന്ന് പോലും പറയാതെ അവൻ അല്പകാലം വേർപെട്ടു പോയത് നന്മയ്ക്കാണ് എന്ന് പൗലോസ് ഫിലമോനോട് പറയുകയാണ്. അവനെ സ്വതന്ത്രനായി വിടണമെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നില്ല. അടിമകളെക്കുറിച്ചുള്ള പൗലോസിൻ്റെ പരാമർശങ്ങൾ കാലാന്തരത്തിൽ അടിമകളുടെ വിമോചനത്തിന് കാരണമായി ഭവിച്ചു. അക്കാര്യം അടുത്ത ഭാഗത്ത് കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.